പാൽ വില വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് കുടുംബ ബഡ്ജറ്റ് തയ്യാറുള്ളത്. കുടിവെള്ളം അടക്കം ഇപ്പോൾ പെട്രോളിന് ദിവസേന കൂട്ടുകയാണല്ലോ വില. ഗ്യാസിന് കൂടിയാലും ഒന്നും കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്നില്ല. രാസവളത്തിന് വില കൂടിയാൽ കർഷകന്റെ കർഷകന് വില കൂടുന്നു, അത് ആരെയും ബാധിക്കുന്നത്. പക്ഷെ പാലിനിപ്പോ കൂടിയാലും പറയും കുടുംബ ബഡ്ജറ്റ് തരാം. ഞാൻ പറയാം, 4 രൂപയാണ് 1 ലിറ്റർ പാലിന് നമ്മൾ കൂട്ടിയത്. നമ്മളെല്ലാം മിൽമ കൂട്ടിയത്. അതിൽ 2 രൂപയാണ് ഒരു കവറിന്റെ പുറത്ത് കൂടുന്നത്. 2 രൂപ. നമ്മുടെയൊക്കെ വീടുകളിൽ, സാധാരണക്കാരന്റെ വീടുകളിൽ ഒരു കവർ പാല് ഒരു ദിവസം, ഒരു കവർ പാലിന്റെ ആവശ്യം 2 രൂപയാണ് ഒരു ദിവസം. അപ്പൊ 30 ദിവസം 60 രൂപയുടെ വ്യത്യാസം കൊണ്ട് നമ്മുടെ കുടുംബ ബഡ്ജറ്റ് തയ്യാറുമെന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാരണവശാലും വരില്ല. കാരണം ഇപ്പൊ 4 രൂപ കൂട്ടുമ്പോൾ 3 രൂപ 35 പൈസ കർഷകന് കിട്ടുകയാണ്, അല്ലേ? 1 ലിറ്റർ പാലിന്. കർഷകന് പാൽ ഉൽപാദന ചെലവ് എത്ര, ഈ വരുന്ന എല്ലാ വിലവർദ്ധനവിനെയും താങ്ങുന്ന കർഷകന് എത്ര രൂപ അധികം വന്നിട്ടുണ്ട്? കാലിത്തീറ്റയ്ക്ക് എത്രയോ തവണ ഇതിന് ഈ കഴിഞ്ഞ പാൽവില വർദ്ധനവിന് ശേഷം 8 തവണ പാലിന് കർഷകന് കാലിത്തീറ്റയ്ക്ക് വില കൂടി, ഇല്ലേ? അതുപോലെ കന്നുകാലി നിർത്തുന്ന ചികിത്സാ ചെലവടക്കം നേരത്തെ കർഷകൻ പറഞ്ഞ പോലെ കറവ 800 രൂപ കിടന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പാൽവില വർദ്ധിപ്പിച്ചത്. ഇപ്പൊ 1500 രൂപയായി. അപ്പം കർഷകനെ നിലനിർത്തിയില്ലെങ്കിൽ വരുന്ന കുഴപ്പം, നമ്മൾ കുടുംബ ബഡ്ജറ്റ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് വില കൂട്ടാതിരുന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തിലെ കർഷകൻ ഈ പണി വിട്ടു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അന്യ സംസ്ഥാനവും തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ ഇത് ചെറിയ വിലവർദ്ധനമാണ്. ഈ വിലവർദ്ധനവ് കൊണ്ട് കർഷകന് അത് പ്രയോജനം ചെയ്യുമെങ്കിൽ ഈ മേഖലയിൽ കർഷകനെ പിടിച്ചു നിർക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ നിലവിലെ പാല് മാത്രമല്ലല്ലോ, പാൽ ഉൽപ്പന്നങ്ങൾക്കും സമാനമായി തന്നെ വില വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും തന്നെ ആരും വലിയ തോതിൽ ആകുലപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അത്തരത്തിൽ കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ കൂടി മിൽമയെ സംബന്ധിച്ച് ഇനി ആലോചിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ സംജാതമായിരിക്കുന്നത്? അത്തരത്തിൽ തീർച്ചയായും പാല് കൊണ്ടാണല്ലോ പാൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. അതെ. അപ്പൊ പാലിന്റെ വിലവർദ്ധന ഉൽപ്പന്നത്തിനെയും ബാധിക്കും. അത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മിൽമയുടെ വരുമാനത്തിന്റെ 90% തിരിച്ച് സംഘങ്ങൾ വഴി കർഷകന് പോകും. അപ്പൊ അതും കർഷകന് ഗുണോ? കഴിഞ്ഞ പാൽവില വർധനവിന് ശേഷം ഐസ്ക്രീമിന് പ്രൈവറ്റ് മേഖലയിൽ എത്രയോ മിൽമ കൂട്ടിയിട്ടില്ല. അപ്പൊ പാൽവില വർദ്ധിക്കുമ്പോൾ മാത്രമാണ് മിൽമയ്ക്ക് വില കൂടുന്നത്, മിൽമയുടെ ഐസ്ക്രീമിന് വില കൂടുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു, നെയ്യുടെ വില. അതുപോലെ തന്നെ ഓരോന്നിനും നമ്മൾ വില കൂട്ടുന്നത്, മിൽമ കൂട്ടുന്നത് എപ്പോഴും പാൽവില വർധനവ് സമയത്താണ്, അല്ലേ? അതെ. പക്ഷെ പ്രൈവറ്റുകാരനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിലെ ചില പ്രൈവറ്റ് ഡയറികളെങ്കിലും ഇപ്പോൾ 450 മില്ലിക്കാണ് മിൽമയേക്കാൾ 1 രൂപ. ഇപ്പൊ മിൽമ കൂട്ടിയ വില കഴിഞ്ഞ 1 വർഷമായിട്ട് പോയിട്ടിരിക്കുകയാണ്. 26 രൂപയ്ക്കാണ് 450 മില്ലി ചില ബ്രാൻഡുകൾ വിൽക്കുന്നത്. അത് ആർക്കും പ്രശ്നമില്ല, നമ്മളെല്ലാം അത് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? അതെ അതെ. അപ്പൊ മിൽമ കൂട്ടുമ്പോൾ മാത്രമാണ് കർഷകന് ആശ്വാസം. പ്രൈവറ്റുകാരൻ കൂട്ടുമ്പോൾ കർഷകന് ആശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെയും കുടുംബ ബഡ്ജറ്റിനെ താങ്ങുന്നത്. ഞാൻ ഏത് വിലവർദ്ധനവും ഒരു വിഭാഗം ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ ഭാരമാണ്. ഞാൻ അതിൽ തർക്കിക്കുന്നില്ല. തീർച്ചയായും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.